ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും എന്നും കാണുന്ന പോലെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അല്ല, നമ്മൾ വേറൊരു സ്ഥലത്താണിപ്പം, അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറിപ്പോയേക്കുന്നത്. അപ്പം നടന്നൊക്കെയാണ് ചെയ്യുന്നത്. മൈക്കിന്റെ ചെറിയ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. മൈക്ക് നമ്മൾ ഇപ്പം ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഏതായാലും ഞാൻ പരമാവധി സൗണ്ടിലൊക്കെ പറയാൻ ശ്രമിക്കാം. അപ്പൊ നമുക്ക് ഇനിയിപ്പോ അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അങ്ങനെ നമ്മുടെ സച്ചിനെ കൊടുക്കാൻ വേണ്ടിയുള്ള കുറച്ച് തന്ത്രങ്ങളും തന്ത്രപ്പാടുകളും ഒക്കെ പെടാപ്പാട് പെട്ട് നമ്മുടെ ആന്റണിയില്ലേ, ശരത്തിന്റെ കൂട്ടുകാരൻ ആന്റണി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ശരത്തിനെ കുരുക്കാൻ വേണ്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ സച്ചിനെ കുരുക്കിയാൽ ശരത്തും കുരുങ്ങുന്നത് പോലെ തന്നെയാണ്. കാരണം നമ്മുടെ സച്ചിനെ കുരുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രേവതിക്ക് പ്രശ്നമാകും. എന്തൊക്കെയാണേലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരൊരു കുടുംബത്തിലുള്ളവരായതുകൊണ്ട് തന്നെ പ്രശ്നം എല്ലാവർക്കും വരും. ഏതായാലും ആന്റണിക്ക് പണ്ട് നമ്മുടെ സച്ചി തല്ലിയതൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുകയാണ്. രേവതി ആ ഒരു അവരുടെ ഓഫീസിൽ പോയി നമ്മുടെ രേവതിയാണെങ്കിൽ വെല്ലുവിളിച്ചത് ഓർത്തിരിക്കുകയാണ്. അപ്പം ആന്റണിക്ക് ഒരു ചെറിയൊരു അവസരം കിട്ടാണ്. അത് ആന്റണി പാഴാക്കുന്നുമില്ല. ആന്റണി അത് മാക്സിമം വിനിയോഗിക്കുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളും അതുപോലത്തെ കുറച്ച് സീനുകളും ഇതിനോടൊപ്പം തന്നെ 50 ലക്ഷം കൈ കിട്ടിയല്ലോ. ആർക്ക്? ശ്രുതിക്കും. ഈ 50 ലക്ഷം കൈ കിട്ടിയത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ബിസിനസ് തുടങ്ങണം. നമ്മുടെ ശ്രുതിക്ക് ബിസിനസ് തുടങ്ങണം എന്നാണ് താല്പര്യം. എങ്കിൽ പോലും നമ്മുടെ ശ്രുതിക്ക് ബിസിനസ് തുടങ്ങണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു കാറും കൂടെ എടുത്തേക്കാം. എങ്കിൽ പിന്നെ എന്താ, 50 ലക്ഷം കിട്ടിയതല്ലേ, കഴിക്കുവോ, എന്നാൽ പിന്നെ ഒരു കാറും കൂടെ എടുത്തേക്കാന്ന് നമ്മുടെ ശ്രുതി വിചാരിക്കുന്നുണ്ട്. ശ്രുതി അത് പറയുന്നുണ്ട്. അപ്പം കാർ എടുത്തേക്കാന്ന് വിചാരിക്കുന്ന നമ്മുടെ ശ്രുതിയോട് ശ്രുതി പറയുന്നുണ്ട്, ഇപ്പം നമുക്ക് കാറിന്റെ കാര്യമുണ്ടോ, അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ, ഇപ്പം തൽക്കാലം കാറൊന്നും വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, ബിസിനസ്സിലേക്ക് നമുക്കിത് ഇടാം, അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് കാറ് മേടിക്കാലോ എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി പറയാണ്, വേണ്ട, നമുക്ക് കാറും ബിസിനസിന്റെ ആവശ്യങ്ങൾക്ക് ആവശ്യം വരുമല്ലോ. ബിസിനസ് ആകുമ്പോൾ നമുക്കൊരു കാറും എവിടെയെങ്കിലും പോകണം, അതുപോലെ തന്നെ ബിസിനസ്സിന് ആരെങ്കിലും ഒക്കെ മീറ്റ് ചെയ്യണമെങ്കിൽ ഒരു കാറും കൂടെ ഉണ്ടെങ്കിൽ അതാണ് നമുക്ക് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഒരു കാറും കൂടെ ഉള്ളതാണല്ലോ നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു നമ്മുടെ ശ്രുതി പറയുന്നത്. അപ്പോഴത്തേക്ക് ശ്രുതി പറയുന്നത് ശരിയാണ്, ഒരു കാറും കൂടെ ഉള്ളത് നല്ലതാണെന്ന് അപ്പോഴാണ് ശ്രുതിക്ക് തോന്നിയത്. ഇപ്പം ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും കാണാൻ പോകുമ്പം ഇവർക്കൊരു കാറൊക്കെ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഒരു ടാക്സി ഒക്കെ വിളിച്ച് പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് പ്രാക്ടിക്കലായ കാര്യമല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവര് നേരെ എങ്ങോട്ടേക്ക്, ഒരു കാർ ഷോറൂമിലേക്ക് പോകുന്നത്. അപ്പൊ അതിനു മുമ്പ് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളോട് പറയാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പറയുന്നതാണ് ഈ സച്ചിയുടെയും രേവതിയുടെയും ശ്രുതിയുടെയും പോലീസ് സ്റ്റേഷൻ കഥ. ഈ കഥ ഇങ്ങോട്ട് വലിച്ചു നീണ്ടു പോകുന്നുള്ളത് കൊണ്ട് തന്നെ ആൾക്കാരും എന്നോട് കമന്റിലൂടെ വന്ന് പറയുന്നുണ്ട്, ഇപ്പം ഇത് എന്താണ് ചിന്നു, ഇതിങ്ങനെ എപ്പോഴും കുറെ ദിവസമായല്ലോ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇങ്ങനെ കിടക്കുന്നതെന്ന്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞുള്ള കാര്യങ്ങളും കൂടുതൽ പറയാത്തത്. ഞാൻ ഒന്ന് ചുരുക്കി പറയാം. അപ്പൊ ആരെങ്കിലും ഒക്കെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ഉണ്ടായിരിക്കുമല്ലോ, അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ ചുരുക്കി പറയാട്ടോ. അപ്പൊ നിങ്ങൾ കണ്ടവരൊന്നും പേടിച്ച് ഓടുവൊന്നും വേണ്ട, ചുരുക്കി അങ്ങ് പറയുന്നേ ഉള്ളൂ. അപ്പൊ വേറെ ഒന്നുമല്ല, ഇവര് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരെ ഈ 50 ലക്ഷം രൂപയൊക്കെ ആയിട്ട് വീട്ടിൽ ചെല്ലുന്നു. ഈ 50 ലക്ഷം രൂപ കിട്ടിയത് നമ്മുടെ ശ്രുതിയും പറയുന്നില്ല. ഈ 50 ലക്ഷം നമ്മുടെ ശ്രുതിക്ക് ആരയച്ചു കൊടുത്തെന്നാണ് പറയുന്നത്? ശ്രുതിയുടെ ഇല്ലാത്ത അച്ഛൻ, അത് ജയിലിൽ കിടക്കുന്ന ശ്രുതിയുടെ ഇല്ലാത്ത അച്ഛൻ ഈ 50 ലക്ഷം രൂപ അയച്ചു കൊടുത്തെന്ന് നോണ പറയാണ്. ശ്രുതി നോണ പറഞ്ഞ് നമ്മുടെ ശ്രുതിനെയും പഠിപ്പിച്ചു. അങ്ങനെ ഇവര് ചെന്ന് പറയുന്നത് ഇവരുടെ കയ്യിലാണ് 50 ലക്ഷം, അത് ഇവരുടെയാണ്. ഈ 50 ലക്ഷം സ്വന്തം അച്ഛൻ അയച്ചു കൊടുത്തതാണ് ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട്. അതും ശ്രുതിക്ക് ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി അച്ഛൻ അയച്ചു തന്നതാണ്. അപ്പൊ അച്ഛൻ അയച്ചു തന്നു എന്ന് പറയുമ്പോൾ ഇവര് ക്വസ്റ്റ്യൻ ചെയ്യൂലോ, അച്ഛൻ അയച്ചു എങ്ങനെ തരും, അച്ഛൻ ജയിലിൽ കിടക്കുമല്ലേ. അപ്പൊ പറഞ്ഞു അച്ഛന്റെ ഒരു ഫ്രണ്ടിന്റെ കയ്യിൽ 50 ലക്ഷം രൂപ കൊടുത്തിട്ട് അത് വഴിയാണ് അയച്ചു തന്നതെന്ന് പറഞ്ഞു. സച്ചിക്ക് ഒട്ടും വിശ്വാസമാവുന്നില്ല കേട്ടോ. സച്ചി എങ്ങനെ വിശ്വസിക്കും ഇതൊക്കെ? സച്ചിക്ക് ഒന്നാമത് ഇങ്ങനെയുള്ള നുണകളൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. അപ്പൊ സച്ചി പറയുന്നുണ്ട്, പിന്നെ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, നിങ്ങൾക്ക് ഇത് വേറെ എന്തോ വഴി കിട്ടി 50 ലക്ഷം എന്ന് പറയാം. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ചന്ദ്രയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം, ഈ 50 ലക്ഷം കിട്ടിയപ്പം കേട്ടോ. പിന്നെ നമ്മുടെ ശ്രുതിനെ അങ്ങോട്ട് പൊക്കി വെച്ചേക്കാം. ഇത്രയും ദിവസം നമ്മുടെ ശ്രുതിനെ ഇട്ട് ചവിട്ടി അരച്ച് തൂക്കുന്ന നമ്മുടെ ചന്ദ്ര ഇപ്പൊ ശ്രുതിനെ പൊക്കി പിടിച്ചു. അച്ഛൻ 50 ലക്ഷം രൂപ കൊടുത്തതല്ലേ, പിന്നെ എങ്ങനെ പൊക്കി പിടിച്ചായിരിക്കും? സ്വന്തം ഭർത്താവിന്റെ കയ്യിൽ നിന്ന് പോയ പൈസ അത് പാവം നമ്മുടെ ചന്ദ്ര അറിയുന്നുമില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ സച്ചി കുറെ ഇങ്ങനെ ചോദ്യമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അമ്പിലും വില്ലിലും അടുക്കുന്നില്ല കേട്ടോ. ശ്രുതി പറയുന്നത് ഇതെന്റെ അച്ഛൻ അയച്ചു തന്ന പൈസയാണ്. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, നമ്മുടെ ശ്രുതിയുടെ ഫോണിലേക്കാണല്ലോ പൈസ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ഒരു അച്ഛന് പൈസ അയക്കുകയാണെങ്കിൽ ഒരിക്കലും
അത് മരുമകന്റെ പേരിലേക്ക് അയക്കാൻ ചാൻസ് ഇല്ലല്ലോ. സ്വന്തം മകളുള്ളപ്പോൾ മകളുടെ പേരിലേക്കല്ലേ അയക്കത്തുള്ളൂ. അപ്പോൾ അതിനെ ചൊല്ലി പിന്നെ നമ്മുടെ സച്ചി ചോദ്യം ചെയ്തു. അപ്പോഴത്തേക്കും പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, അതിപ്പം എൻ്റെ അച്ഛൻ സുധീനെ താഴ്ത്തി കെട്ടണ്ടല്ലോ എന്ന് ഓർത്തിട്ട് തന്നെയാണ് സുധീരെ അതിലേക്ക് അയക്കാൻ പറഞ്ഞത്. കാരണം എൻ്റെ അച്ഛന് എൻ്റെ ഫോണിലേക്ക് അയക്കുമ്പോൾ സുധീനെ അവിടെ താഴ്ത്തി കെട്ടുന്ന പോലെ ആയില്ലേ. അപ്പോൾ അതുകൊണ്ട് അമ്മയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രൻ പറഞ്ഞു അങ്ങനെയാടാ കുടുംബത്തിൽ പറഞ്ഞ തന്തമാരും തള്ളമാരും ഒക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇവരെ നയാ പൈസയ്ക്ക് വിലയില്ലാത്തവരെ ഉള്ള നിന്റെ കെട്ടികളെ പോലെ ആവണമെന്നുണ്ടോ എല്ലാവരും, അതുപോലെ നിന്റെ കെട്ടികളുടെ തന്തേനെയും തള്ളേനെ പോലെ ആവണമെന്നുണ്ടോ എല്ലാവരും എന്ന് പറഞ്ഞ് രേവതിയുടെ മെക്കിട്ട് കയറാൻ തുടങ്ങി. രേവതി പറഞ്ഞു എൻ്റെ അച്ഛനെ അമ്മേനെ വെറുതെ എന്തിനാ ഇതിൻ്റെ ഇടയ്ക്ക് പിടിച്ചിടുന്നത്, ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ വന്നോ, അതുകൊണ്ട് എൻ്റെ അച്ഛനെ അമ്മേനെ ഇതിൻ്റെ ഇടയ്ക്ക് പിടിച്ചിട്ടുണ്ടെന്ന് നമ്മുടെ രേവതിയും പറഞ്ഞു കേട്ടോ. അപ്പോൾ ഏതായാലും ആ പ്രശ്നമൊക്കെ ഒതുങ്ങി തീർന്നു. എങ്കിലും സച്ചിക്ക് ഭയങ്കര സംശയമാണ്. സച്ചി രേവതിയോട് പറയുന്നുണ്ട്, രേവതി ഇത് വേറെ എന്തോ വഴിയാണ് ഈ പൈസ കിട്ടിയിരിക്കുന്നതെന്ന്. ലാസ്റ്റ് നമ്മുടെ സച്ചി പറയുന്നുണ്ട് 50 ലക്ഷം രൂപ അച്ഛൻ്റെ പോയില്ലേ, അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഇത് അച്ഛനുള്ള പൈസയാണ്, നീ ഇത് അച്ഛന് കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു അത് ശരിയല്ല സച്ചി, അത് നീ എന്ത് വർത്താനാ പറയുന്നത്, ഇത് ശ്രുതിയുടെ അച്ഛൻ അയച്ച പൈസയാണല്ലേ പറഞ്ഞത്. അപ്പം ശ്രുതി കൊണ്ട് കളഞ്ഞ പൈസയ്ക്ക് ഇത് ശ്രുതിയുടെ അച്ഛൻ അയച്ച പൈസ എനിക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്ത് ന്യായം ഇരിക്കുന്നത്, അത് അവരുടെ മകൾക്ക് വേണ്ടി അവർ കൊടുത്ത പൈസ, അപ്പൊ എനിക്കിത് വേണ്ടാന്ന് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു. രവീന്ദ്രനും അറിയുന്നില്ല കേട്ടോ ഈ 50 ലക്ഷം രൂപ നമ്മുടെ രവീന്ദ്രന്റെ ആണെന്ന്. ഏതായാലും ഇതുപോലെ ഒരു സൂത്രക്കാരിയായ ഭാര്യയുള്ള നമ്മുടെ ശ്രുതി രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. നയാ പൈസ കയ്യിലെടുക്കാനില്ലാതിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു 50 ലക്ഷം രൂപ കിട്ടിയത്. അപ്പൊ ഇതിനിടയിൽ ഇവർ കാറെടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ, ആര് നമ്മുടെ ശ്രുതിയും കൂടെ. അങ്ങനെ ഇവർ കാറെടുക്കാൻ പോകുന്ന ഒരു സമയത്ത് തന്നെയാണ് നമ്മുടെ സച്ചിക്ക് ഒരു കൂട്ടുകാരനുണ്ട്. അപ്പൊ കൂട്ടുകാരന് ഒരു കാർ വേണം. അപ്പം ഇവരും നേരെ കാർ ഷോറൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ നമ്മുടെ സച്ചി ഒരു കാറ് കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ ആ കാറ് തന്നെയാണ് കേട്ടോ നമ്മുടെ ശ്രുതിയും കൂടി മേടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആ കാറാണെന്ന് അറിയില്ല ശ്രുതിക്കും. അങ്ങനെ അവർ കാർ ഷോറൂമിലേക്ക് ചെന്നു. അപ്പൊ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിക്കാനാണ് നമ്മുടെ ശ്രുതിയും ചെന്നത്. ഇപ്പൊ അത്യാവശ്യം പൈസ ഒന്നും ഒത്തിരി പാഴാക്കണ്ട, അത്യാവശ്യം ഇവർക്കൊന്ന് പോകാനുള്ള സെക്കൻഡ് ഹാൻഡ് കാറ്. അപ്പൊ സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കാൻ വേണ്ടി ചെന്നു. അപ്പൊ നമ്മുടെ ശ്രുതിക്കും ഭയങ്കര ഇഷ്ടമായി. ഈ കാറ് തന്നെ മതി എന്ന് ശ്രുതി പറഞ്ഞു. ശ്രുതിക്കും ഇഷ്ടമായി, അതിനകത്ത് കയറിയൊക്കെ ഇരുന്നു. ഈ സമയത്തല്ലേ നമ്മുടെ സച്ചി വരുന്നത്. സച്ചി ഇതിനു മുമ്പ് നേരത്തെ കണ്ടുവച്ചിട്ട് പോയ കാറായിരുന്നു ഇത്, കാരണം സച്ചിയുടെ ഒരു കൂട്ടുകാരന് വേണ്ടി. അപ്പൊ സച്ചി എന്ത് ചെയ്തു, സച്ചി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കാർ ഷോറൂമിൽ ദേ നിൽക്കുന്നു ആരൊക്കെ, നമ്മുടെ ശ്രുതിയും. സച്ചി ചെന്നപ്പോഴത്തേക്കും ശ്രുതി വണ്ടിക്കകത്തിരിക്കുന്നു. അപ്പോഴത്തേക്കും പെട്ടെന്ന് ഇതെന്താ, നിങ്ങളെന്താ ഇവിടെ, ഇതെന്ത് പറ്റി, ഇതെന്താ, അല്ല എൻ്റെ പൗഡറടത്തെയും എൻ്റെ ചേട്ടനും ഉണ്ടല്ലോ, ഇതെന്താന്ന് പറഞ്ഞ് നേരെ അന്വേഷിക്കാൻ വേണ്ടി അടുത്ത് ചെന്നപ്പോഴത്തേക്കും പെട്ടെന്ന് സച്ചിനെ കണ്ടതും ശ്രുതി ചോദിച്ചു അതെന്താ നീ ഇവിടെ എന്താന്ന് ചോദിച്ചപ്പോൾ ഓഹോ ഞാൻ കാർ മേടിക്കാൻ വന്നത്. കാർ മേടിക്കാനോ, നിനക്കൊരു കാറുണ്ടല്ലോ, പിന്നെ നിനക്ക് എന്തിനാ ഇനി കാറ്, അല്ല ഇതിന് മാത്രം കാർ മേടിക്കാൻ നിനക്ക് എവിടെ നിന്ന് പൈസ എന്നിങ്ങനെ പെട്ടെന്ന് നമ്മുടെ ശ്രുതി ചോദിച്ചപ്പോഴത്തേക്കും അതെന്താ എനിക്ക് കാർ മേടിച്ചില്ലേ, എനിക്ക് ഒരു കാറും കൂടെ മേടിക്കാൻ തോന്നി, അതുകൊണ്ട് ഞാൻ കാർ മേടിക്കാൻ വന്നു. അതെ ഈ കാറിനകത്ത് നിങ്ങൾ എന്താ കയറിയിരിക്കുന്നത്, നിങ്ങളുടെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു അതെ നിങ്ങൾക്ക് മാത്രമേ കാർ മേടിക്കാൻ പറ്റത്തുള്ളൂ സച്ചി, ഞങ്ങൾ ഒരു കാർ മേടിക്കാൻ വന്നത്, എൻ്റെ അച്ഛൻ അയച്ച 50 ലക്ഷം രൂപയുടെ കാര്യം സച്ചി നീ മറന്നുപോയെന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് ഓ 50 ലക്ഷം രൂപ ഞാൻ ഓർക്കുന്നുണ്ട്, അപ്പൊ ഞങ്ങൾക്ക് ഈ കാർ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ഇത് മേടിക്കാൻ വന്നത്, ഞങ്ങളിപ്പം മേടിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു അതെങ്ങനെ ശരിയാകും, ഞാൻ നോക്കി വെച്ചിരിക്കുന്ന കാറ് ഇത് നിങ്ങൾ മേടിച്ചാൽ എങ്ങനെ ശരിയാകും, അത് ഞാൻ സമ്മതിക്കൂലെന്ന് പറയുമ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു ഓഹോ അത് കൊള്ളാലോ, കണ്ടില്ലേ സച്ചി നിനക്ക് ഇതുപോലെ കുശുമ്പ് അസൂയം പാടില്ല സച്ചി, നിന്നോട് എന്ത് തെറ്റാ ഞങ്ങളൊക്കെ ചെയ്തത്, ഈ വണ്ടി മേടിക്കാൻ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് നിനക്ക് ഇത് വേണമെന്ന് പറയുന്നത്, ഞങ്ങൾക്ക് വണ്ടി ഉണ്ടായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അയ്യോ നിന്റെ കുശുമ്പ് അസൂയം കൊള്ളാം എന്നിങ്ങനെ നമ്മുടെ ശ്രുതി പറഞ്ഞപ്പോൾ എനിക്ക് കുശുമ്പ് അസൂയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ഒരു 50 ലക്ഷം കണ്ടിട്ട് എനിക്ക് എന്തിനാ നിങ്ങളോട് കുശുമ്പ് അസൂയം, അതെ ഇത് ഞാൻ നേരത്തെ വന്ന് പറഞ്ഞു വെച്ചിട്ട് പോയ വണ്ടിയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യ് ഈ കാർ ഷോറൂമിന്റെ ഓണർ ഉണ്ടല്ലോ ചോദിക്കുക, ഇവരുടെ ശബ്ദം കേട്ടിട്ട് കാർ ഷോറൂമിന്റെ അവിടെ നിന്ന് ഒരു സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു എന്താ പറ്റി എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതി പറഞ്ഞത് നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത്, ഞങ്ങൾക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു കാർ ഇത് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയാൾ പറഞ്ഞു അയ്യോ സോറി ഈ കാറ് ഓൾറെഡി ബുക്കഡ് ആയി പോയതാണ്, കാരണം ഇത് സച്ചി വന്ന് നോക്കിയതായിരുന്നു നേരത്തെ എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഓഹോ അത് കൊള്ളാലോ, അതെങ്ങനെ ശരിയാവും, ഞങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഇത് വേണമെന്ന് പറയുമ്പോഴത്തേക്കും അത് ശരിയല്ല സാറേ, ശ്രുതി സാറ് വന്ന് ചോദിച്ചതൊക്കെ ആയിരിക്കും, പക്ഷെ നേരത്തെ ഇവിടെ വന്ന് സച്ചേട്ടൻ ഞങ്ങളോട് സംസാരിച്ചിട്ടൊക്കെ പോയതാണ്, അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ സച്ചേട്ടന് കൊടുക്കാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ നമ്മുടെ ശ്രുതിയും നാണം കെട്ട് പോവുകയാണ്. അങ്ങനെ ആ ഇഷ്ടപ്പെട്ട കാറ് പോയിട്ട് അവിടെ ഒരു കാറ് പോലും വേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ ഷോറൂമിൽ നിന്ന് ഞങ്ങൾക്ക് കാറ് വേണ്ട, ഇത് നിങ്ങളെല്ലാവരും കൂടെ ചെയ്യുന്ന പ്ലാനാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയും അവിടെ നിന്ന് നേരെ പോവുകയാണ്. അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു പിടിപ്പിക്കുക കണ്ടില്ലേ സച്ചിക്ക് ഭയങ്കര അസൂയാണ്, നമ്മൾ കാർ എടുക്കാൻ വന്നപ്പം
കറക്റ്റ് സമയത്ത് വന്നില്ല, ഇതെല്ലാം കളി തന്നെയാണെന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് ഇത്രയും നല്ലൊരു ഭാര്യനെ കിട്ടിയില്ല, അവൻ എങ്ങനെ അസൂയ വരാതിരിക്കും? എനിക്ക് നിന്നെപ്പോലെ ഒരു ഭാര്യനെ കിട്ടിയില്ലേ? അതുപോലെ കോടീശ്വരിയല്ലേ നീ, നിന്റെ അച്ഛനൊക്കെ കോടീശ്വരന്മാരല്ലേ, അപ്പൊ പിന്നെ അവന് അസൂയയും കുശുമ്പൊക്കെ വരും, അത് സ്വാഭാവികമാണ് ശ്രുതി എന്നിങ്ങനെ പറഞ്ഞു. ഇവരങ്ങ് പോയി കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചി ആ കാറ് മേടിച്ചു. സച്ചി കാറ് മേടിച്ചപ്പോൾ കൂട്ടുകാരന്മാർക്കെല്ലാം ഭയങ്കര സന്തോഷമായി. അപ്പൊ ചെറിയൊരു പാർട്ടി അവിടെ നടത്താണ്. ഈ കാറ് മേടിച്ചതിന്റെ പേരിലൊക്കെ ഈ കൂട്ടുകാരന്മാർക്ക് പാർട്ടി കൊടുക്കുകയാണ് ആ കൂട്ടുകാരൻ. അപ്പൊ നമ്മുടെ സച്ചിയും കൂടെ ചെല്ലുന്നുണ്ട് അങ്ങോട്ട്. അപ്പൊ അവിടെ ഇങ്ങനെ വെള്ളം അടിക്കാൻ, അതായത് ഈ മദ്യം കഴിക്കാനാണ് പാർട്ടി എന്ന് ഉദ്ദേശിച്ചത്. അതാണല്ലോ യുവമാരൊക്കെ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വെള്ളം അടിക്കാനുള്ള സജ്ജീകരണമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ സച്ചി വെള്ളം അടിക്കുന്നില്ല, സച്ചി മാറിയിരിക്കണം. അപ്പൊ ഒരു ചെറിയ ബാറാണ് കേട്ടോ. അപ്പൊ അവിടെയാണ് നമ്മുടെ ആന്റണി സംഘവും എത്തിയിരിക്കുന്നത്. ആന്റണി സംഘവും അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തായി, നമ്മുടെ ആന്റണി ആണെങ്കിൽ നോക്കുമ്പോൾ സച്ചി കള്ളു കുടിക്കാൻ വേണ്ടി ഇരിക്കുന്നു. എങ്കിൽ പിന്നെ സച്ചി ഭയങ്കര പതിവ്രതയാണെന്നാണല്ലോ രേവതി അന്ന് പറഞ്ഞത്. എന്റെ കെട്ടിയോ നിങ്ങളെ പോലെ ഒന്നും അല്ലെന്നോ. എങ്കിൽ പിന്നെ ഇതൊക്കെ വീഡിയോ എടുത്തിട്ട് അങ്ങ് നമുക്കങ്ങ് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ അങ്ങ് പരന്നു പോകൂലോ. അപ്പൊ നമ്മുടെ സച്ചി ഇങ്ങനെ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിനകത്തേക്ക് മദ്യം ഒഴിക്കുകയാണ്. പക്ഷെ സച്ചിക്ക് കുടിക്കാനല്ലത്, അത് സച്ചിക്ക് കുടിക്കാനല്ല, അത് കുടിക്കാൻ കൂട്ടുകാർക്ക് കൊടുക്കാൻ. അപ്പൊ സച്ചി പറഞ്ഞു, വേണ്ട എനിക്ക് വേണ്ട, ഞാൻ കഴിക്കില്ലെന്ന് ഭാര്യയോട് പറഞ്ഞ് സത്യം വിട്ടതാണ്. അപ്പൊ എനിക്കിത് വേണ്ട, എനിക്ക് അതിന്റെ കാര്യമില്ല, അവളോട് ഞാൻ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി സത്യത്തിൽ കുടിക്കുന്നില്ല. പക്ഷേ ആന്റണി ഈ വീഡിയോ ഒക്കെ ഇപ്പം എഡിറ്റൊക്കെ ചെയ്യാൻ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പൊ എഡിറ്റൊക്കെ ചെയ്ത് അതുപോലെ ഗ്ലാസ്സിൽ ഇങ്ങനെ ഗ്ലാസ് ഇരിക്കുന്നു, കയ്യിൽ മദ്യം ഇങ്ങനെ ഒഴിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ആരും വിചാരിക്കും നമ്മുടെ സച്ചി കള്ളു കുടിച്ചെന്ന്. അപ്പൊ അങ്ങനത്തെ ആ ഒരു വീഡിയോ എടുത്ത് അങ്ങ് പബ്ലിഷ് ചെയ്യുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും, നമ്മുടെ സച്ചി അവിടെ ഒരു കുടിയനാവുക. ഇതിനിടയിലായിക്കോട്ടെ ഇത് സോഷ്യൽ മീഡിയയിൽ അങ്ങ് പരക്കുകയാണ് കേട്ടോ ഈ ഒരു പ്രശ്നം. അതായത് നമ്മുടെ സച്ചി കള്ളു കുടിക്കുന്നത്, അങ്ങനെ രേവതിക്ക് നാണക്കേടാവുന്നു, രവീന്ദ്രന് നാണക്കേടാവുന്നു. സച്ചി തൊട്ട് പറഞ്ഞിട്ടോ ആരും വിശ്വസിക്കുന്നില്ല, ഇത് എവിടെ നിന്നാണ് ഈ വീഡിയോ വന്നതെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. സച്ചി ഈ വെള്ളം അടിച്ചത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ശരത്തിന് ഭയങ്കര സന്തോഷം. ശരത്താണെങ്കിൽ കണ്ടില്ലേ ചേച്ചി എന്താ പറഞ്ഞത്, ചേച്ചിയുടെ കെട്ടിയ വലിയ തമ്പുരാനാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കണ്ടില്ലേ, ഇയാളാ കള്ളു കുടിച്ച് കൂത്താടി നടക്കുന്നത്, ഞാനൊന്നുമല്ല, അങ്ങനെ ഇങ്ങനെയൊന്നും ശരത്തിന് കിട്ടിയ അവസരം ശരത്ത് പാഴാക്കുന്നില്ല. പക്ഷെ ശരത്തിന് ഇതൊക്കെ വലിയ വിനയായിട്ടാണ് വരാൻ പോകുന്നത്. അറിയാലോ, നമ്മുടെ ഈ ആന്റണി അത്രയ്ക്ക് പുണ്യവാളാനൊന്നും അല്ലല്ലോ. ശരത്തിനെ കൊണ്ട് വീഴ്ത്താൻ വേണ്ടി ഈ പണി 18 നമ്മുടെ ആന്റണി ചെയ്യുന്നത്. നൈസായിട്ട് ആന്റണീനെ ശരത്തിനെ വശത്ത് പിടിച്ച് സച്ചിനെയും രേവതിനെയും ഒക്കെ തെറ്റിച്ചിട്ട് ഒരു വലിയ കുരുക്കിൽ കൊണ്ട് ചാടിക്കാനുള്ള ഒരു ഉദ്ദേശമാണ് ആന്റണിക്കുള്ളത്. ഇതറിയാതെയാണ് നമ്മുടെ ആന്റണിയുടെ കൂടെ ശരത്ത് നിൽക്കുന്നതെന്ന് ഓർത്തോണം. അതിനിടയിൽ നമ്മുടെ രേവതിക്ക് ഭയങ്കര വിഷമായി, രേവതി സച്ചിയും തമ്മിൽ വഴക്കായി, അടിയായി. സച്ചിയേട്ടനും കള്ളു കുടിച്ച് സഹിക്കില്ലല്ലോ, നമ്മുടെ രേവതിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര വഴക്കായി. ചന്ദ്രയ്ക്കിട്ട് ഭയങ്കര സന്തോഷമായി. നിന്റെ കെട്ടിയ വലിയ പുണ്യവാളാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി രേവതി, അല്ലെങ്കിൽ നിനക്ക് 2 ദിവസം സന്തോഷിച്ചാൽ ബാക്കി എല്ലാ ദിവസവും നിനക്ക് സങ്കടപ്പെടാനേ നേരമുള്ളടി. നീ എന്താ വിചാരിച്ചത്, നിന്റെ കെട്ടിയോ വലിയ സംഭവമാണെന്ന് വിചാരിച്ചെങ്കിലേ നിന്റെ കെട്ടിയ വെറും കുടിയനാടി, കുടിയൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിനെ അങ്ങ് കളിയാക്കുകയാണ്. അപ്പൊ രേവതിക്ക് ഭയങ്കര സങ്കടമായി. ലാസ്റ്റ് നമ്മുടെ രേവതി സച്ചിയുടെ കുടി എങ്ങനെയെങ്കിലും മാറ്റണമല്ലോ. അപ്പൊ അതിനിങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഒരു പൊടി നമ്മുടെ രേവതിക്ക് ആരോ പറഞ്ഞു കൊടുത്തു. എന്നാൽ പിന്നെ ആ ഒരു പൊടി എന്തിലോ കലക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മദ്യപാനം അങ്ങ് മാറും എന്ന് പറഞ്ഞു. അത് പ്രകാരം നമ്മുടെ രേവതി സ്വാമിയുടെ അടുത്ത് പോകും, അങ്ങനെ എങ്ങാണ്ടാണ് രേവതി ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഈ പൊടി എന്ത് ചെയ്തു, നമ്മുടെ സച്ചിക്ക് കൊടുക്കാൻ വേണ്ടി എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചു. 8ന്റെ പണിയല്ലേ ചന്ദ്രയ്ക്ക് കിട്ടുന്നത്. ഈ സച്ചിക്ക് വെച്ച ഈ കലക്കി വെച്ചിരിക്കുന്ന പാലിൽ എന്തിലോ കലക്കി വെച്ചിരിക്കുന്ന ആ പാലെടുത്ത് കുടിക്കുന്നത് നമ്മുടെ ചന്ദ്രമതിയാണ്. ലൂസ് മോഷൻ കാരണം പുള്ളിക്കാരിക്ക് ഒരു രക്ഷയില്ല. അയ്യോ, ബാത്റൂം എഴുതി കൊടുക്കേണ്ട അവസ്ഥയായി പോകും നമ്മുടെ ചന്ദ്രയ്ക്ക്. അതുപോലെ ചന്ദ്രയ്ക്ക് ലൂസ് മോഷൻ ഒന്ന് ഓർത്ത് നോക്കണേ. ഏതായാലും ചന്ദ്രയ്ക്കും അവിടെ 8ന്റെ പണി തന്നെ കിട്ടാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് കേട്ടോ അടുത്ത ആഴ്ച നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ അടുത്ത ആഴ്ച എന്ന് പറഞ്ഞാൽ നാളെ മുതൽ അങ്ങോട്ട് അടുത്ത ഒരു ശനിയാഴ്ച വരെയുള്ള വിശേഷം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒരു നീണ്ടു നിവർന്ന് കിടക്കുന്ന വിശേഷമാണ് നമ്മുടെ ചന്ദ്രക്കിട്ട്. സച്ചിക്കിട്ട് 8ന്റെ പണി കിട്ടുമ്പോൾ ചന്ദ്രക്കിട്ട് 68ന്റെ പണി കിട്ടുന്ന പോലെയാണ്. ചന്ദ്ര അതുപോലെ ആയി പോവുകയാണ്. ലൂസ് മോഷൻ എന്നൊക്കെ പറയേണ്ട കാര്യമില്ലല്ലോ. ചന്ദ്രയാണ് അതെടുത്ത് കുടിക്കുകയും ചെയ്യും. നമ്മുടെ രേവതിയാണ് സച്ചിക്ക് കലക്കിയും വെച്ചതാണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് രസകരമായ നിമിഷങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സച്ചിക്ക് കുറച്ച് സങ്കടമാകുന്ന, സച്ചി രേവതി അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും അവർ തട്ടിമുട്ടിയൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് പൊക്കോളും. ഇതിനിടയിൽ കള്ളത്തരം കാണിച്ച് വയ്യാവേലി വലിച്ചു വെച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രുതിക്ക് അത് അറിയില്ല. ഏതായാലും അതൊക്കെ നമുക്ക് പതുക്കെ കാണാട്ടോ. അപ്പൊ എല്ലാവർക്കും വിശേഷം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എന്നും ഇരുന്ന് പറയുന്ന പോലെ ഒന്നും പറയാനുള്ളൊരു അവസരമില്ല ഇവിടെ.
ഞാനിപ്പോൾ ഒരു വേറൊരു റൂമിനകത്താണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നടന്നിങ്ങനെ പറയുന്നത്. മാത്രമല്ല സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പരമാവധി ഞാൻ ശബ്ദം ഉയർത്തി തന്നെയാണ് സംസാരിക്കുന്നത്. എങ്കിലും ക്ലിയറൻസ് അത്രയ്ക്ക് വരാൻ ചാൻസ് ഇല്ല എന്നും ചെയ്യുന്നത് പോലെ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നാളെ ഒരു നല്ല ഞായറാഴ്ചയാകട്ടെ എന്നും ഇന്ന് നല്ലൊരു സായാഹ്നം ആകട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരപ്പോൾ ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.